എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാവീതിയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും നമ്മുടെ വിദ്യാവീതി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് കേട്ടറ്റ് കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം കാറ്റഗറി 4ഉം ഉള്ളവർ മാത്രം നിൽക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ലിങ്ക് ഇട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ 3 വിഭാഗത്തിന് മാത്രം ഗുണമുള്ള ക്ലാസ്സുകളെ നമുക്കിനി എടുക്കാൻ സമയമുള്ളൂ, നമ്മൾ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് നമ്മുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒരു തികച്ചും ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്. നമ്മുടെ വിദ്യാവീതി ഒരുക്കുന്ന ആഴ്ചയിൽ 2 വീതം ക്ലാസ്സുകൾ വെച്ചിട്ട് നൽകാമെന്നാണ് നമ്മൾ കരുതുന്നത്. ഫെബ്രുവരി 21 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ വരുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അടക്കം ഉണ്ടാവും. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജീന ടീച്ചറാണ്. ജീന ടീച്ചർ തിരുവനന്തപുരം സ്വദേശിയാണ്. സൈക്കോളജിയുടെ ക്ലാസ് ആണ് ടീച്ചർ എടുക്കുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1നും കാറ്റഗറി 2വിനും കാറ്റഗറി 4നും ഒരുപോലെ വേണ്ട സൈക്കോളജി ക്ലാസ് ആണ് ടീച്ചർ എടുക്കുന്നത്. നമുക്കറിയാം അല്ലേ, ഈ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ദയവായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ മൈക്ക് നിങ്ങൾ സ്വയം നിയന്ത്രിക്കുക. ഇത്രയും പേരിയ്ക്കുമ്പോൾ ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളുടെ അകത്ത് നിന്ന് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്ന് പങ്കെടുക്കുന്ന 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും, അല്ലാതെ ദോഷം ഉണ്ടാകാനാണെങ്കിലാണ് നിങ്ങൾ മൈക്ക് ഓണാക്കി എടുത്തത്. മൈക്ക് ഓണാക്കി ഇടണമെന്ന് നിർബന്ധമുള്ളവർ ദയവായിട്ട് ഇറങ്ങി പോവുക. നിങ്ങൾ എല്ലാവരും അധ്യാപകരാണ്, അധ്യാപകരാകാൻ പരിശീലിക്കുന്നവരാണ്, അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ക്യാമറയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഓണാക്കിയിടേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റിക്കറുകൾ അയക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എഴുതിയെടുക്കുക, പോവുക. അപ്പൊ അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് നയിക്കാനായിട്ട് പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ ജീന ടീച്ചറിനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യും. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. എൻ്റെ പേര് ജീന എന്നാണ്. സാർ പറഞ്ഞതുപോലെ ഞാൻ സൈക്കോളജിയാണ് എടുക്കുന്നത്. സാർ എന്നോട് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒന്ന് കവർ ചെയ്ത് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് ഉള്ള ടോപ്പിക്കുകളാണ് ഇന്ന് നിങ്ങൾക്ക് കവർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, ഈ ചൈൽഡ് സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പാർട്ടില് 30 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ മാത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു 20ന് മുകളിൽ, ഒരു 25-നകത്ത് വെച്ച് മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പം കാറ്റഗറി 1, 2, 4 ചൈൽഡ് സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതില് പിന്നെ 30 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ ഈ 30 മാർക്കിനെ തന്നെ നമ്മൾ എന്താണ് ഓരോ പാർട്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് 15 മാർക്കിനാണ്. അപ്പം ഇത് കാറ്റഗറി 1-നായാലും 2-നായാലും 3-ലായാലും ഏകദേശം സെയിം ആണ്. 2-ന് കുറച്ച് 1-2 തിയറിയുടെ അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം 1-ഉം 2-ഉം 4-ഉം എല്ലാം ഏകദേശം സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് പഠിക്കാനുള്ളത്.
ഇപ്പൊ കാറ്റഗറി 1 ഈ ചൈൽഡ് ഡെവലപ്മെന്റ് ലേണിംഗിൽ 15 മാർക്കിനാണ് 15 ക്വസ്റ്റ്യൻസ് MCQ, നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, 15 മാർക്കിനാണുള്ളത്. അതുപോലെ ഇതാ കൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൽ 5 മാർക്കിനാണുള്ളത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ലേണിംഗ് ആൻഡ് പെഡഗോജി, ലേണിംഗ് ആൻഡ് പെഡഗോജിയിൽ 10 മാർക്കിനാണുള്ളത്. അങ്ങനെയാണ് ടോട്ടൽ 30 മാർക്ക് കാറ്റഗറി 1. അതുപോലെ തന്നെയാണ് കാറ്റഗറി 2. കാറ്റഗറി 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്നാണ് ആ പേപ്പറിന്റെ പേര്. 30 മാർക്കിന് തന്നെയാണ് ക്വസ്റ്റ്യൻ. അതിലെ ചൈൽഡ് ഡെവലപ്മെന്റ് അതിന് 15 മാർക്കും, പിന്നെ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ 5 മാർക്കും, ലേണിംഗ് ആൻഡ് പെഡഗോജിക്ക് 10 മാർക്കുമാണ്. അങ്ങനെയാണ് 30 മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസിയാണ്. കുറച്ച് തിയറി, 1-2 തിയറി മാത്രം കുറച്ച് ടഫാണ്. എന്നാലും നിങ്ങൾക്ക് ബാക്കിയെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് അതും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നത് തന്നെയാണ്. ഓക്കെ, ഞാൻ അപ്പൊ മനഃശാസ്ത്രം തുടങ്ങുന്നതിന് മുമ്പ്, സൈക്കോളജി തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വഴി നമുക്ക് പോകാം. അപ്പൊ മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ, ഇത് ഓർത്തിരിക്കുക, ഗ്രീക്ക് പദമായ സൈക്കെ എന്നും ലോഗോസ് എന്നും 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സൈക്കെ എന്നാൽ ആത്മാവെന്നും ലോഗോസ് എന്നാൽ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്നാണ് പറയുന്നത്. അപ്പം മനഃശാസ്ത്രം എന്ന പദം ഗ്രീക്ക് പദമായ സൈക്കെ എന്നും ലോഗോസ് എന്നും 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സൈക്കെ എന്നാൽ സോൾ എന്നും ലോഗോസ് എന്നാൽ സയൻസ് എന്നുമാണ് അർത്ഥം. പിന്നെ മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കലാണ്. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കൽ ആണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വില്യം വൂണ്ട്. വില്യം വൂണ്ടിനെയാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ, അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജിയുടെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും തെറ്റിക്കരുത്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം വൂണ്ടിനെയാണ്. ആധുനിക അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പിന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് എഡ്വേർഡ് തോണ്ടേക്കിനെയാണ്. എഡ്വേർഡ് എൽ തോണ്ടേക്കിനെയാണ് വിദ്യാഭ്യാസ, ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ തോണ്ടേക്കിനെയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം വൂണ്ട്, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് എൽ തോണ്ടേക്ക് ആണ്. അടുത്തിനി നമുക്ക് നോക്കേണ്ടത് മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള കുറച്ച് നിഗമനങ്ങൾ. പണ്ട് കാലങ്ങളിൽ മനഃശാസ്ത്രത്തെ എന്താണ് മനഃശാസ്ത്രം എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാലം മുതൽ പ്ലേറ്റോ, അരിസ്റ്റോട്ടിലൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് വളരെ പങ്ക് വഹിച്ച വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കാലഘട്ടങ്ങളിൽ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മുടെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും മനഃശാസ്ത്രം എന്നാൽ ആത്മാവിന്റെ ശാസ്ത്രം, അല്ലെങ്കിൽ എന്താണ് സയൻസ് ഓഫ് സോൾ അല്ലെങ്കിൽ ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് വന്ന സൈക്കോളജിസ്റ്റുകൾ ആത്മാവ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു നിർവചനമോ, അല്ലെങ്കിൽ ആത്മാവ് എവിടെ കാണുന്നു, അത് എന്താണ്, അതിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി അതിനൊന്നും പറ്റില്ല എന്ന് കണ്ടെത്തി. അതിനാൽ ഈ കാന്ത് എന്ന് പറയുന്ന ജർമ്മൻ ഫിലോസഫർ എന്ത് ചെയ്തു? മനഃശാസ്ത്രത്തെ മനസ്സിന്റെ ശാസ്ത്രമെന്ന് പറഞ്ഞു. അപ്പൊ ആത്മാവിന്റെ ശാസ്ത്രം എന്ന നിർവചനത്തെ പിൽക്കാലത്ത് വന്ന ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു. നമ്മളിപ്പോ മനഃശാസ്ത്രം എന്നാൽ ആത്മാവിന്റെ ശാസ്ത്രം അല്ല എന്ന് പറഞ്ഞു. പിന്നീട് വന്ന ജർമ്മൻ ഫിലോസഫറായ കാന്ത് പറഞ്ഞു മനസ്സിന്റെ ശാസ്ത്രത്തെ മനഃശാസ്ത്രം എന്ന് പറയുന്നു. അപ്പൊ ഈ മനസ്സിനെ കുറിച്ചും വ്യക്തമായ ഒരു നിർവചനം നൽകാൻ കാന്തിന് കഴിഞ്ഞില്ല. ജർമ്മൻ തത്വചിന്തകനായ കാന്തിന് മനസ്സിനെ കുറിച്ച്, എവിടെയാണ് മനസ്സ് സ്ഥിതി ചെയ്യുന്നത്, എന്താണ് മനസ്സ്, ഇപ്പൊ നിങ്ങളോടായാലും ഞാൻ ചോദിക്കുകയാണ്,
എന്താണ് മനസ്സ്, മനസ്സ് എവിടെയാണ് കാണുന്നത്? ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? എന്താണ് മനസ്സ്? മനസ്സ് എവിടെയാണ് കാണുന്നത്? ചില കുട്ടികൾ പറയൂലേ, എനിക്ക് പറയാൻ മനസ്സില്ല, വരാൻ മനസ്സില്ല, എനിക്ക് മനസ്സ് വേദനിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എവിടെയായിരിക്കും മനസ്സ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? എവിടെയാണ് ഫീൽ ചെയ്യുന്നത്? എന്നാലും എവിടെ ആയിരിക്കാം ഫീൽ ചെയ്യുന്നത്? ഹാർട്ടിലാണോ, ബ്രെയിനിലാണോ, എവിടെ ആയിരിക്കും? ബ്രെയിനിൽ. വെരി ഗുഡ്. അല്ലേ, ബ്രെയിനില് നമ്മുടെ തിങ്കിങ് വഴിയും നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് വഴി, വൈജ്ഞാനിക പ്രക്രിയകൾ വഴിയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ മനസ്സിനെ കുറിച്ച് വ്യക്തമായ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത് പക്ഷെ എവിടെ കാണുന്നു, അത് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കാന്തിന് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് പിൽക്കാലത്ത് വന്ന മനഃശാസ്ത്രജ്ഞന്മാർ ഈ ഡെഫിനിഷനെ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വില്യം ജെയിംസും വില്യം വൂണ്ടും. വില്യം വൂണ്ട് ആരാണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ആരാണ് വില്യം വൂണ്ട്? ഫാദർ ഓഫ് സൈക്കോളജി. ഫാദർ ഓഫ് സൈക്കോളജി. വെരി ഗുഡ്. അപ്പൊ വില്യം വൂണ്ട് പറഞ്ഞതാണ് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം. മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം. ബോധമണ്ഡലം എന്ന് പറഞ്ഞാല് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബോധപൂർവം കോൺസെൻട്രേഷനോട് കൂടി അല്ലെങ്കിൽ അറ്റൻഷനോട് കൂടി ഇരിക്കുന്ന അവസ്ഥയാണ് ബോധമണ്ഡലം എന്ന് പറയുന്നത്. അപ്പം ഈ ബോധമണ്ഡലത്തോടു കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയാവൂ. അപ്പം അതും പിൽക്കാലത്ത് വന്നവരെന്ത് ചെയ്തു, ഈ നിർവചനത്തെയും തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ JB വാട്സൺ, വ്യവഹാരവാദത്തിന്റെ പിതാവായ അല്ലെങ്കിൽ ഫാദർ ഓഫ് ബിഹേവിയറിസത്തിന്റെ പിതാവായ JB വാട്സൺ പറഞ്ഞതാണ് എന്താണ്, വ്യവഹാരത്തിന്റെ ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഈ നിർവചനമാണ് യൂണിവേഴ്സലി എന്ത് ചെയ്തത്, ലോകവ്യാപകമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും മനഃശാസ്ത്രം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും മനസ്സിന്റെ ശാസ്ത്രം എന്ന് പറയരുത്, അത് തെറ്റാണ്. വ്യവഹാരത്തിന്റെ, ജീവികളുടെ വ്യവഹാരത്തെ കുറിച്ച് അല്ലെങ്കിൽ സ്വഭാവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, മനഃശാസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ JB വാട്സന്റെ വ്യവഹാരത്തിന്റെ ശാസ്ത്രം എന്ന ഡെഫിനിഷനെയാണ് എല്ലാവരും അംഗീകരിച്ചത്. അപ്പം മനഃശാസ്ത്രം എന്നാൽ എന്താണ്? ജീവനുള്ള വസ്തുക്കളുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ വ്യവഹാരത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് ആരാണ്? JB വാട്സൺ ആണ്. JB വാട്സനെ വ്യവഹാരവാദത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ബിഹേവിയറിസത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്രയാണ് മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള നിഗമനങ്ങളെന്ന് പറയുന്നത്. ഇനി മനഃശാസ്ത്രത്തിന്റെ നിർവചനങ്ങൾ കുറെ പേര് പറഞ്ഞതുണ്ട്. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനത്തെ മനഃശാസ്ത്രം എന്ന് സ്കിന്നർ പറഞ്ഞു. പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രത്തെ മനഃശാസ്ത്രം എന്ന് മർഫി പറഞ്ഞു. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരാണ് ചോദിച്ചതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡില് അങ്ങനെയില്ല. ഒരു 2-3 വർഷത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നിർവചനങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പം എന്താണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ? അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനത്തെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യ ബന്ധങ്ങളുടെയും മനുഷ്യ വ്യവഹാരങ്ങളുടെയും പഠനത്തെ മനഃശാസ്ത്രം എന്ന് ക്രോ പറഞ്ഞു. ഇത്രയാണ് നിർവചനം എന്ന് പറയുന്നത്. അടുത്ത് മനഃശാസ്ത്രത്തെ 2ആയിട്ട് തരംതിരിക്കാം. മനഃശാസ്ത്രത്തെ, സൈക്കോളജിയെ നമ്മൾ പ്രധാനമായിട്ട് 2ആയിട്ട് തരംതിരിക്കാം. 2 ടൈപ്സ് ആണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി എന്നാണ് പറയുന്നത്. കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി. അടുത്തത് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി. പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി. ഇനി നമുക്ക് എന്താണ് കേവല മനഃശാസ്ത്രം എന്ന് നോക്കാം. കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ട് ഒരു മനുഷ്യനെ
ശുദ്ധമായി പഠിക്കുന്നത്. അവിടെ ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നത് ഒന്നുമല്ല. ഇപ്പൊ മനുഷ്യനെ പ്യുവറായിട്ട് പഠിക്കുന്നത് എന്ന് വെച്ചാല് ശുദ്ധമായി. ഇപ്പൊ ചൈൽഡ് സൈക്കോളജി, ശിശു മനഃശാസ്ത്രം, ഡെവലപ്മെന്റൽ സൈക്കോളജി, ജനറൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, ഇതെല്ലാം കേവല മനഃശാസ്ത്രത്തിലാണ് വരുന്നത്. അപ്പൊ കേവല മനഃശാസ്ത്രത്തിന് ഉദാഹരണങ്ങളാണ് ചൈൽഡ് സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, ജനറൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി. നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ചൈൽഡ് സൈക്കോളജി. നമുക്ക് പഠിക്കാനുള്ള ശിശു മനഃശാസ്ത്രം. ചൈൽഡ് സൈക്കോളജിയെ മലയാളത്തിൽ എന്താണ് പറയുന്നത്? ശിശു മനഃശാസ്ത്രം. ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആർക്കെങ്കിലും അറിയാവോ? പിയാഷെ. ആരാണ്? പിയാഷെ, ജീൻ പിയാഷെ. ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെയാണ് ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ശിശു മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിന്റെ ഏത് ശാഖയിലാണ് വരുന്നത്? ഏതിലാണ്? കേവല മനഃശാസ്ത്രം. പ്യുവർ സൈക്കോളജി അല്ലെങ്കിൽ കേവല മനഃശാസ്ത്രം. ഇതാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ടൈപ്സ് ഓഫ് സൈക്കോളജിയെ കുറിച്ച് പഠിക്കുന്നത്. ശിശു മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിന്റെ കേവല മനഃശാസ്ത്രത്തിൽ അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജിയിലാണ് വരുന്നത്. ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? പിയാഷെയാണ്. ജീൻ പിയാഷെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രയുക്ത മനഃശാസ്ത്രം. പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി. നമുക്ക് ഈ വാക്ക് കേൾക്കുമ്പോഴേ അറിയാം, സൈക്കോളജിയെ ഏതെങ്കിലും ബ്രാഞ്ചിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള മനഃശാസ്ത്രത്തെയാണ് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷനിൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അതിന് എന്താണ് പറയുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി. ഹെൽത്തിലാണെങ്കിൽ ഹെൽത്ത് സൈക്കോളജി, സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് സൈക്കോളജി, ഇതിലാണെങ്കിൽ ലീഗൽ സൈക്കോളജി, ക്ലിനിക്കലാണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, മിലിറ്ററി സൈക്കോളജി. നമ്മുടെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പോലീസിലെ സൈക്കോളജി ഉണ്ട്. അപ്പം പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറഞ്ഞാല് നമ്മുടെ സൈക്കോളജി ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രയുക്ത മനഃശാസ്ത്രം. മറ്റേതാണെങ്കിൽ പ്യുവർ സൈക്കോളജി, മനുഷ്യന് എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ചിലോട്ട് അപ്ലൈ ചെയ്യാതെ മനുഷ്യനെ പ്യുവറായിട്ട് പഠിക്കുന്നത്, മനുഷ്യന്റെ വികാസഘട്ടങ്ങൾ, പിന്നെ കുട്ടികളുടെ വികാസഘട്ടങ്ങൾ, ശിശുക്കളെ കുറിച്ച് പഠിക്കുന്നത്, പിന്നെ നമ്മുടെ മനുഷ്യരെ ജനറലായിട്ട് പൊതുകാര്യങ്ങൾ പഠിക്കുന്നത്, സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നത്, പിന്നെ അബ്നോർമൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തികളെ പഠിക്കുന്നതൊക്കെയാണ് നമ്മുടെ കേവല മനഃശാസ്ത്രത്തിൽ വരുന്നത്. പക്ഷെ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ എന്താണ് വരുന്നത്? നമുക്ക് പഠിക്കേണ്ട എഡ്യൂക്കേഷൻ സൈക്കോളജി വരുന്നത് പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ്. പിന്നെ ഹെൽത്ത്, ക്ലിനിക്കൽ, ഇൻഡസ്ട്രിയൽ, മിലിറ്ററി, സ്പോർട്സ്, ലീഗൽ സൈക്കോളജി എല്ലാം പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് മനഃശാസ്ത്രത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, കേവല മനഃശാസ്ത്രമെന്നും പ്രയുക്ത മനഃശാസ്ത്രമെന്നും. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തിനി നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ കുറച്ച് ഡെഫിനിഷനാണ്. ബോധന പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്ന, ബോധനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പഠന പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രത്തെയാണ് വിദ്യാഭ്യാസ ഇനിയാണ് നമ്മൾ ടോപ്പിക്കിലോട്ട് വരുന്നത്, നമ്മുടെ സിലബസിലോട്ട് വരുന്നത്. ബോധന പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രത്തെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് സ്കിന്നർ പറഞ്ഞു. അടുത്ത വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രത്തെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നമ്മുടെ പീല് പറഞ്ഞതാണ്. എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രത്തെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. പിന്നെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള അനുഭവങ്ങളെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രമെന്ന് ക്രോ പറഞ്ഞു. വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നമ്മുടെ ഓസുബൽ പറഞ്ഞു. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം.
അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകൾ എന്ന് വെച്ചാല് നമ്മൾ പണ്ട് കാലം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മുടെ മനഃശാസ്ത്രത്തെ ഓരോരോ കാലഘട്ടത്തിലും എന്തൊക്കെ രീതിയിലുള്ള മനഃശാസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ വ്യവഹാരങ്ങളെ കണ്ടെത്തുന്നതിന് ആരൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് നൽകിയത്, അതിനെക്കുറിച്ചുള്ളതാണ് ഈ മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാരകളിൽ ഉള്ളത്. കാരണം നമ്മുടെ ഈ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം തുടങ്ങിയത് മുതൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം വരെ നമ്മൾ ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര സമീപനങ്ങളെ കുറിച്ചാണ് ഈ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ ഉള്ളത്. ഫസ്റ്റ് സ്കൂൾ എന്ന് പറയാം, കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും ഈ 7 എണ്ണം നിങ്ങൾ പഠിച്ചാല് തീർച്ചയായിട്ടും 5 മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. മിനിമം 5 മാർക്ക്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇത്. കാരണം ഇതിൽ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള തിയറീസിന്റെ കോൺസെപ്റ്റുകൾ, പിന്നെ മെയിൻ പോയിന്റ്സുകൾ എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലെങ്കിൽ അപ്രോച്ചസ് ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന ടോപ്പിക്കിന് കൊടുക്കുക. അപ്പം 7 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് ഘടനാവാദം, ധർമ്മവാദം, സമഗ്രതാവാദം, വ്യവഹാരവാദം, മാനസിക അപഗ്രഥനം, മാനവികതാവാദം, ജ്ഞാനനിർമ്മിതിവാദം. ഇത്രയും 7 കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. ആരോ മൈക്ക് ഓൺ ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒന്ന് പറയണേ കൂട്ടുകാരെ അവരോടെ. ഓക്കെ, ഫസ്റ്റ് ഘടനാവാദം. ഇപ്പൊ നിങ്ങൾ ഓരോ ഈ മനഃശാസ്ത്ര ഓരോ മനഃശാസ്ത്ര ചിന്താധാരയിലും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഘടനാവാദം, അതിനെ സ്ട്രക്ചറലിസം എന്നാണ് പറയുന്നത്. ആദ്യത്തെ മനഃശാസ്ത്ര സമീപനമാണ് ഘടനാവാദം. അപ്പൊ ആദ്യമായിട്ട് ഉണ്ടായതാണ് ഘടനാവാദം. വില്യം വൂണ്ടാണ് ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത്. വില്യം വൂണ്ട് ആരാണ്? പിതാവിനെയാണ് വില്യം വൂണ്ട്. അപ്പൊ വില്യം വൂണ്ടാണ് ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത്. പക്ഷേ ഘടനാവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എഡ്വേർഡ് ടിച്ച്നറിനെയാണ്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് എന്താണ് വില്യം വൂണ്ടെന്ന് ചില ബുക്കുകളിലും റഫറൻസുകളിലും വില്യം വൂണ്ടെന്നും കൊടുത്തിട്ടുണ്ട്. ചിലതിൽ എഡ്വേർഡ് ടിച്ച്നറും ഉണ്ട്. പക്ഷെ എഡ്വേർഡ് ടിച്ച്നറിനെയാണ് യഥാർത്ഥത്തിൽ ഘടനാവാദത്തിന്റെ പിതാവ് എന്ന പേരില് അറിയപ്പെടുന്നത്. പിന്നെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? മനഃശാസ്ത്രത്തിന് ഒരു ഘടന ആദ്യം നൽകിയതും ആരാണ്? വില്യം വൂണ്ടാണ്. മനഃശാസ്ത്രത്തിന് ആദ്യമായിട്ട് ഒരു ഘടന എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചർ നൽകിയത് വില്യം വൂണ്ട്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും ആരാണ്? ഇത് വളരെ പ്രധാനം. ആദ്യത്തെ പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. എവിടെയാണ്? ജർമ്മനിയിലെ ലിപ്സീഗ് സർവകലാശാലയിൽ 1879 ആദ്യമായിട്ട് വില്യം വൂണ്ട് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. ഓക്കെ, കൂടെ ഉള്ളവരാരെങ്കിലും മൈക്ക് ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ അവരോട് പറയണേ. ഓക്കെ, അടുത്ത് മനുഷ്യ സ്വഭാവത്തെ കൃത്യനിഷ്ഠതയോടെ അളന്നതും ആരാണ്? വില്യം വൂണ്ട്. അപ്പൊ വില്യം വൂണ്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഘടനാവാദത്തിന് തുടക്കം കുറിച്ചു. പിന്നെ ഘടനാവാദത്തിന്റെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നു. പിന്നെ എന്താണ്? മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. മനഃശാസ്ത്രത്തിന് ഒരു ഘടന നൽകിയതും ആരാണ്? വില്യം വൂണ്ടാണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണ്? വില്യം വൂണ്ടാണ്. എവിടെയാണ്? ജർമ്മനിയിലെ ലിപ്സീഗ് സർവകലാശാലയിൽ 1879 ആണ്. പിന്നെ മനുഷ്യ സ്വഭാവത്തെ കൃത്യനിഷ്ഠതയോടെ അളന്നതും ആരാണ്? വില്യം വൂണ്ട് തന്നെ ആണ്. ഇത്രയാണ് നിങ്ങൾ ഘടനാവാദത്തിൽ പ്രധാനമായിട്ടും പഠിക്കാൻ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോകാം. അത് ഒരിക്കൽ കൂടെ പറയണോ? ധർമ്മവാദം.
ധർമ്മവാദത്തിൽ മനസ്സിന്റെ പ്രവർത്തനത്തിനാണ്. നമുക്കിവിടെ അറിയാം ഫങ്ഷൻ എന്ന് പറയുമ്പോഴേ അറിയാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് പ്രാധാന്യം, ഫങ്ഷൻ ഓഫ് മൈൻഡിനാണ് പ്രാധാന്യം. ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദവും ധർമ്മവാദമാണ്. കാരണം എന്തെന്ന് അറിയാമോ, നമ്മൾ ആദ്യം പഠിച്ചത് സ്ട്രക്ചറലിസം ആണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, ഘടനാവാദമല്ലേ ഏറ്റവും പഴക്കം ചെന്ന വാദം? അങ്ങനെയല്ല. ഇന്ന് നിലവിലുള്ളതിൽ ഘടനാവാദത്തിലെ ഒരു കാര്യങ്ങളും ഇപ്പോഴെന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഘടനാവാദത്തിലെ ഒരു കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വാദം ഏതാണ്? ധർമ്മവാദം ആണ്. ധർമ്മവാദം പറയുന്നതെന്ന് വെച്ചാല് ഒരു വ്യക്തി പരിസരവുമായി ഇണങ്ങിപ്പോകാൻ അവന്റെ മനസ്സിനെയും അതുവഴി ജീവിയെയും സഹായിക്കുന്ന മനസ്സിന്റെ ധർമ്മം ഏതൊരു സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ധർമ്മമാണ് ധർമ്മവാദം എന്ന് പറയുന്നത്. പിന്നെ ധർമ്മവാദം കൂടുതൽ പ്രാധാന്യം നൽകിയത് പഠനത്തിനും ഓർമ്മ, പ്രചോദനം, പ്രശ്ന അപഗ്രഥനം എന്നീ കാര്യങ്ങൾക്കാണ്. ലേണിംഗ്, മെമ്മറി, മോട്ടിവേഷൻ, പ്രോബ്ലം സോൾവിങ് എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ ധർമ്മവാദത്തിന് പ്രാധാന്യം നൽകിയത്. ധർമ്മവാദത്തിന്റെ പഠന വിഷയവും ധർമ്മവാദം പ്രാധാന്യം നൽകിയത് ഈ 4 കാര്യങ്ങൾക്ക് ആണ്. പരീക്ഷയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മാറ്റിയിട്ട് ധർമ്മവാദത്തില് പ്രാധാന്യം നൽകാത്തത് ഏതാണെന്ന് ചോദിക്കും. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. അത് ആ പോയിന്റ്സ് ഇത്രയും എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ അടുത്തത്, ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം ജെയിംസ് ആണ്, അല്ലെങ്കിൽ ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിൽ വില്യം ജെയിംസിനെ അറിയപ്പെടുന്നു. ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസിനെ ധർമ്മവാദത്തിന്റെ ഉദ്ഘാടകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ധർമ്മവാദത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൊണ്ടുവന്നത് ജോൺ ഡൂയി ആണ്. ആരാണ് ധർമ്മവാദത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൊണ്ടുവന്നത്? ജോൺ ഡൂയി ആണ്. പിന്നെ ആദ്യത്തെ മനഃശാസ്ത്ര ഗ്രന്ഥമായ മനഃശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം രചിച്ചത് നമ്മുടെ വില്യം ജെയിംസ് ആണ്. ഓക്കെ, ആദ്യത്തെ മനഃശാസ്ത്ര ഗ്രന്ഥമായ മനഃശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം 1980 രചിച്ചത് ആരാണ്? വില്യം ജെയിംസ്. വില്യം ജെയിംസ് 1890 ആദ്യമായിട്ട്. സൈക്കോളജിയിലെ ഫസ്റ്റ് ബുക്ക് എന്ന് ചോദിച്ചാൽ ഇതാണ്, മനഃശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി, ആദ്യത്തെ ബുക്ക്. അതിനു മുമ്പ് ഒരു സൈക്കോളജി എന്നുള്ള ബുക്കും ഇല്ലായിരുന്നു. ആദ്യമായിട്ട് സൈക്കോളജിയെ കുറിച്ച് ബുക്ക് എഴുതിയത് നമ്മുടെ ധർമ്മവാദത്തിന്റെ പിതാവായ വില്യം ജെയിംസ് ആണ്. പിന്നെ ധർമ്മവാദത്തെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ജോൺ ഡൂയി ആണ്. അതുകൊണ്ട് ജോൺ ഡൂയിയെ ധർമ്മവാദത്തിന്റെ വക്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്രയാണ് ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസത്തില് ഉള്ളത്. ഓക്കെ, അടുത്തതിന് സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസം. സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ് വെർത്തീമർ ആണ്. സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മാക്സ് വെർത്തീമർ ആണ്. പിന്നെ മാക്സ് വെർത്തീമറിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് കോഹ്ലർ, കാഫ്ക. ഇവരെ 3 പേരെയും ചേർത്ത് പറയുന്നതാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സമഗ്രതാവാദ മനഃശാസ്ത്രജ്ഞർ. സമഗ്രതാവാദ മനഃശാസ്ത്രജ്ഞരെന്നാണ് അവരെ പറയുന്നത്, അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഓക്കെ, ഇവരെ 3 പേര് മാക്സ് വെർത്തീമർ, കോഹ്ലർ, കാഫ്ക. സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മാക്സ് വെർത്തീമറിനെയാണ്. പക്ഷെ ഇവരെ 3 പേരെയും ചേർത്തുകൊണ്ട് പറയുന്ന പേരാണ് സമഗ്രതാവാദ മനഃശാസ്ത്രജ്ഞരെന്ന് അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ സമഗ്രതാവാദത്തിന്റെ പ്രധാന ആശയം അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. അതിൽ പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സാഹചര്യം, എന്തൊരു പ്രശ്നമായാലും നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രശ്നത്തെ
എന്താണ് മുഴുവനായിട്ട് നോക്കി കാണണം, അല്ലെങ്കിൽ ഹോളായിട്ട് നോക്കി കാണണം, അല്ലാതെ പാർട്ടായിട്ടല്ല നോക്കി കാണേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലായിടവും അന്വേഷിച്ച് കണ്ടെത്തണം, അല്ലേ? അല്ലാതെ ഒരു ഭാഗത്ത് മാത്രം ഒരാൾ പറയുന്നത് മാത്രം കേട്ട് എന്ത് ചെയ്യല്ലേ, നിങ്ങൾ ഒരു കൺക്ലൂഷനിൽ എത്താൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ വീട്ടിലായാലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അതിനുള്ള ഒരു ഹോളായിട്ടുള്ള ഒരു റീസൺ കണ്ടെത്തുക. അതിനെയാണ് ആ ബേസിക് കൺസെപ്റ്റ് തന്നെയാണ് ഈ സമഗ്രതാവാദത്തിൽ പറയുന്നത്. ഇതുപോലെ ഇംഗ്ലീഷിൽ എഴുതി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട് എന്നതാണ് ഗസ്റ്റാൾട്ടിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവം. സമഗ്രമായിട്ട് ഏതൊരു വസ്തുവിനെ നമ്മൾ നോക്കി കാണുന്നത് എങ്ങനെയായിരിക്കണം? സമഗ്രം, മുഴുവനായിട്ടായിരിക്കണം എന്നാണ് നമ്മുടെ സമഗ്രതാവാദത്തിൽ പറയുന്നത്. പിന്നെ പ്രത്യക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും നടക്കൂ എന്നാണ് സമഗ്രതാവാദത്തിൽ പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ആ പ്രത്യക്ഷണം എന്താണെന്ന് ഞാൻ പഠിപ്പിക്കാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു മീനിങ് ഫുൾനെസ് വേണം. എന്ന് വെച്ചാൽ ആ കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് അത് നടന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചത്. ഇപ്പൊ ഒരു സൗണ്ട് കേട്ടു, അത് എന്ത് സൗണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ പ്രത്യക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രത്യക്ഷണത്തിന് സമഗ്രതാവാദത്തിൽ പ്രാധാന്യം നൽകി. പിന്നെ ഈ സമഗ്രതാവാദത്തിൽ ഗസ്റ്റാൾട്ടിസത്തിലാണ് നമ്മുടെ കോഹ്ലർ ഒരു പരീക്ഷണം നടത്തി. നമ്മുടെ കോഹ്ലർ എന്ത് ചെയ്തു? ഒരു പരീക്ഷണം, ചിമ്പാൻസിയിൽ ഒരു പരീക്ഷണം നടത്തി. ആ ചിമ്പാൻസിയുടെ പേരാണ് സുൽത്താൻ. സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ നമ്മുടെ കോഹ്ലർ ആണ് പരീക്ഷണം നടത്തിയത്. കോഹ്ലർ പരീക്ഷണം നടത്തി സുൽത്താൻ എന്ന ചിമ്പാൻസി ഉപയോഗിച്ച് ഒരു പഴക്കുല, അല്ലെ, വിശന്ന് തളർന്ന ഒരു ചിമ്പാൻസിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. മുറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുറിയുടെ നടുവിൽ ഒരു പഴക്കുല കെട്ടിത്തൂക്കി. എന്നിട്ട് മുറിയിൽ 3 റെക്ടാങ്കിൾ, ഈ സ്ക്വയർ ആയിട്ടുള്ള 3 ബോക്സുകൾ വെച്ചു. പിന്നെ എന്ത് ചെയ്തു? ഈ 3 ബോക്സും അതിന്റെ കൂടെ 3 സ്റ്റിക്കും വെച്ചു. ഈ സ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് മറ്റൊന്നിനെ എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള സ്റ്റിക്കായിരുന്നു വെച്ചത്. ഇത്രയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ചിമ്പാൻസി എന്ത് ചെയ്തു? ചിമ്പാൻസി മുറിയിൽ നോക്കിയപ്പോ നല്ല വിശപ്പാണ്. നോക്കിയപ്പം പഴക്കുല നമ്മുടെ മുറിയിൽ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പൊ ചിമ്പാൻസി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എല്ലാം നോക്കി. പക്ഷെ ചിമ്പാൻസിക്ക് പഴക്കുല എത്തിയില്ല. അങ്ങനെ വിഷമിച്ച് ചിമ്പാൻസി ആ റൂമിലെ ഒരു ജനാലയിൽ, ഒരു വിൻഡോയിൽ ഇങ്ങനെ വന്നിരുന്ന് വിഷമിച്ചിരുന്നപ്പോഴാണ് ചിമ്പാൻസിയുടെ മൈൻഡിൽ എന്ത് ചെയ്തു? ഒരു ഐഡിയ, സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ എക്സാം ഹാളിലോ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മിന്നല് പോലെ എന്തെങ്കിലും ഒരു ആശയം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടുമല്ലോ, അല്ലെ? ഒരു സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റ്, അതിനെയാണ് ഇൻസൈറ്റ് അല്ലെങ്കിൽ അന്തർദൃഷ്ടി എന്ന് പറയുന്നത്, കേട്ടോ. ഇൻസൈറ്റ് അല്ലെങ്കിൽ അന്തർദൃഷ്ടി, സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ആ വിൻഡോയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ആശയം കിട്ടിയത്. അങ്ങനെ ചിമ്പാൻസി എന്ത് ചെയ്തു? ആ മുറി കംപ്ലീറ്റ് നോക്കി, മൊത്തമായിട്ടാണ് നോക്കി. അതാണ് സമഗ്രമായ എന്ന് പറയുന്നത്. ഒരു ഭാഗം മാത്രമല്ല നോക്കിയ, കംപ്ലീറ്റ് ആ റൂം കംപ്ലീറ്റ് നോക്കിയപ്പോഴാണ് ഈ 3 റെക്ടാങ്കുലർ ബോക്സ് കിടക്കുന്നത് കണ്ടത്. ഓടി വന്ന് ചിമ്പാൻസി എന്ത് ചെയ്തു? ആ ഒരു റെക്ടാങ്കുലർ ബോക്സ് എടുത്ത് വെച്ച് അതിൽ കയറി നിന്ന് പഴക്കുല എത്തി നോക്കി. പക്ഷെ എന്ത് ചെയ്തില്ല? പഴം അടർത്തെടുക്കാൻ പറ്റിയില്ല. വീണ്ടും ചിമ്പാൻസി വന്ന് വിഷമിച്ചിരുന്നു. വീണ്ടും അടുത്ത ബോക്സിനെ ഓടി വന്ന് എന്ത് ചെയ്തു? ഇതേ സ്ഥലത്ത് ഇങ്ങനെ ഇട്ട് നോക്കി. ആദ്യം ചിമ്പാൻസിക്ക് അത്രയ്ക്കുള്ള തിങ്ക് ചെയ്യാനുള്ള പവർ ഇല്ല. പിന്നെയാണ് ഒരു ബോക്സിന്റെ പുറത്തൂടെ അടുത്ത ബോക്സ് എടുത്തു വെച്ചു. പിന്നെ അതിന്റെ പുറത്തൂടെ അടുത്ത ബോക്സ് എടുത്തു വെച്ച് കയറി നിന്ന് നോക്കിയിട്ടും പഴക്കുല എന്ത് ചെയ്തില്ല? എത്തിയില്ല. വീണ്ടും വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ 3 സ്റ്റിക്ക് അവിടെ കിടക്കുന്നത് കണ്ടത്. ഒരു സ്റ്റിക്ക് എടുത്ത് പെട്ടെന്ന് ചാടി ഇതിന്റെ പുറത്ത് നിന്ന് നോക്കി, എത്തിയില്ല. അടുത്ത് വന്ന അടുത്ത സ്റ്റിക്ക് എടുത്ത് വെറുതെ വെച്ചപ്പോഴാണ് ആക്സിഡന്റലി ഒരു സ്റ്റിക്ക് മറ്റു സ്റ്റിക്കുമായിട്ട് എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. പിന്നെ അടുത്തതും കൂടെ എടുത്തു വെച്ചു. 3 എണ്ണം എടുത്തു വെച്ചപ്പോ നല്ല നീളത്തിലൊരു എന്ത് കിട്ടി? ഒരു വടി പോലെ കിട്ടി, ഒരു സ്റ്റിക്ക് കിട്ടി. അപ്പൊ അത് വെച്ച് എന്ത് ചെയ്തു? ഈ പഴക്കുല എന്ത് ചെയ്തു?
അടിച്ച് തള്ളിയിട്ടു, എടുത്ത് കഴിച്ചു, എന്ത് ചെയ്തു? സംതൃപ്തി നേടി. അപ്പൊ ഇതിൽ നിന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നിന്ന് പറയുന്നത് ഇപ്പം ഒരു വ്യക്തി പഠനം അല്ലെങ്കിൽ ലേണിംഗ് എന്ത് നടക്കുന്നതും എന്ത് ചെയ്തുകൊണ്ടാണ്? ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്തുകൊണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ചിമ്പാൻസിക്ക് പഴം അടക്കാൻ പറ്റിയത് എങ്ങനെയാണ്? തിങ്ക് ചെയ്തത് കൊണ്ടാണ്, അല്ലേ? ചിന്തിച്ച് അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഹോൾ സിറ്റുവേഷൻ വാച്ച് ചെയ്ത്, മുഴുവൻ സിറ്റുവേഷനെ വാച്ച് ചെയ്ത് ഒരു പ്രോബ്ലത്തെ എന്ത് ചെയ്തു? പ്രോബ്ലം സോൾവ് ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ചിമ്പാൻസിക്ക് പഴക്കുല അടക്കാൻ പറ്റിയത്. അതാണ് പറയുന്നത് പ്രോബ്ലം സോൾവിങ്ങും നമ്മുടെ ഈ ഗസ്റ്റാൾട്ട് തിയറിയുടെ പ്രധാന ഒരു കോൺസെപ്റ്റ് ആണ്. പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹരണം വഴിയാണ് സമഗ്രതാവാദത്തിൽ പഠനം നടക്കുന്നത് എന്നാണ് നമ്മുടെ കോഹ്ലർ എന്ത് ചെയ്തത്? പറഞ്ഞത്. അതും ഓർത്തിരിക്കുക. പ്രോബ്ലം സോൾവിങ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഗസ്റ്റാൾട്ടിസം. ഓക്കെ, പ്രോബ്ലം സോൾവിങ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഗസ്റ്റാൾട്ടിസം. അതുപോലെ ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഗസ്റ്റാൾട്ടിസം. ഈ തിയറിയിൽ നിന്നാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഉടലെടുത്തത്. അപ്പം നമ്മുടെ ഈ പരീക്ഷണം, കോഹ്ലറിന്റെ ചിമ്പാൻസിയിലെ പരീക്ഷണത്തിൽ നിന്നാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ത് ചെയ്തത്? ഉടലെടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് ആണ് സമഗ്രതാവാദത്തിൽ ഉള്ളത്. സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മാക്സ് വെർത്തീമർ ആണ്. വക്താക്കൾ കോഹ്ലർ, കാഫ്ക. കോഹ്ലർ ആണ് ചിമ്പാൻസിയിലെ പരീക്ഷണം നടത്തിയത്. ഇതിന്റെ ഗസ്റ്റാൾട്ടിസത്തിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ പാർട്ട്. അതുപോലെ തന്നെയാണ് പ്രോബ്ലം സോൾവിങ് ആണ് ഇതിന്റെ പ്രധാന തത്വം. ഈ സമഗ്രതാവാദത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്താണ് പഠനം നടക്കുന്നത്. പിന്നെ ഈ ചിമ്പാൻസിയുടെ പരീക്ഷണത്തിൽ നിന്നാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, ഇൻസൈറ്റ് ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്തത്. ഇത് വളരെ പ്രധാനമാണ്. ഈ തിയറി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് സമഗ്രതാവാദം. അടുത്തിനി വ്യവഹാരവാദം. വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസത്തെ വർത്തനവാദം എന്നും ചേഷ്ടവാദം എന്നും രണ്ട് പേരുകളിൽ മലയാളത്തിൽ അറിയപ്പെടുന്നു. ബിഹേവിയറിസം എന്ന് തന്നെയാണ് ഇംഗ്ലീഷിലും, വർത്തനവാദം എന്നും ചേഷ്ടവാദം എന്നും രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ച ജെ.ബി. വാട്സൺ. ഓക്കെ, ബിഹേവിയറിസത്തിന്റെ ഫാദർ ഓഫ് ബിഹേവിയറിസം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ജെ.ബി. വാട്സനെയാണ്. അത് തെറ്റിക്കല്. ജെ.ബി. വാട്സനെയാണ് നമ്മുടെ വ്യവഹാരവാദത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ വ്യവഹാരവാദികൾ വക്താക്കളാണ് നമ്മുടെ പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹള്ളുണ്ട്, ടോൾമാൻ. ഇവരെല്ലാം ബിഹേവിയറിസ്റ്റുകളാണ് അല്ലെങ്കിൽ വ്യവഹാരവാദികളാണ്. ആരൊക്കെയാണ് വ്യവഹാരവാദികൾ? വാട്സൺ, പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹള്ള്, ടോൾമാൻ. ഇവരെല്ലാരും നമ്മുടെ വ്യവഹാരവാദികളാണ്. ഇനി നിങ്ങൾ ഓർക്കേണ്ടത്, വ്യവഹാരവാദം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരേണ്ടത് SR കേട്ടോ. വ്യവഹാരവാദം എന്ന് ഓർക്കുമ്പോഴേ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട എന്താണ്? SR, സ്റ്റിമുലസ് റെസ്പോൺസ്, ചോദക പ്രതികരണം. ഒരു ചോദകം കൊടുക്കുമ്പോൾ ഒരു പ്രതികരണം ലഭിക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SR ബോണ്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊരു ചോദകം കൊടുത്താലും ഉടനെ തന്നെ ഒരു പ്രതികരണം ലഭിക്കുന്നുവെങ്കിൽ അതിനെയാണ് ചോദക പ്രതികരണം ബന്ധം എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ വ്യവഹാരവാദം SR ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. ഓക്കെ, അപ്പൊ SR ബന്ധം എന്ന് കേട്ടാലേ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം എത്തേണ്ട ഏതാണ്? സ്റ്റിമുലസ് റെസ്പോൺസ് അല്ല, ബിഹേവിയറിസം. SR ബന്ധം എന്ന് കേട്ടാലേ നിങ്ങളെ മൈൻഡിൽ ഓടിയെത്തണം ബിഹേവിയറിസത്തിലാണ് അല്ലെങ്കിൽ വ്യവഹാരവാദത്തിലാണ് SR ബന്ധം ഉള്ളത്. ഓക്കെ, അടുത്ത് ജീവികളുടെ വ്യവഹാരത്തിനാണ് പ്രാധാന്യം. പിന്നെ മനസ്സും ആത്മാവും പരാമർശിക്കപ്പെടാത്ത ഒരേ ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് വ്യവഹാരവാദം. വ്യവഹാരവാദത്തിൽ മനസ്സിനെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ഒന്നുമേ പറഞ്ഞിട്ടില്ല. കാരണം ജീവികളുടെ വ്യവഹാരത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ഓക്കെ, അതാണ് വ്യവഹാരവാദം. അപ്പം വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് JB വാട്സൺ ആണ്. ഇതിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ടോൾമാൻ. പക്ഷെ നിങ്ങൾക്ക് പാവ്ലോവും തോണ്ടേക്ക് സ്കിന്നറിന്റെ തിയറി മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത് നമ്മുടെ വ്യവഹാരവാദം ഏത് ബന്ധത്തിൽ അധിഷ്ഠിതമാണ്? റെസ്പോൺസ്. ആ SR എന്ന് കേട്ടാലേ നിങ്ങളുടെ മൈൻഡിൽ ഓടിയെത്തണം. ബിഹേവിയറിസം ആണ് SR എന്ന് കിടന്നാലേ അത് ബിഹേവിയറിസം ആണ്. ഓക്കെ, വ്യവഹാരവാദം ആണ്. അടുത്തത് മാനസിക അപഗ്രഥനം. മാനസിക അപഗ്രഥനത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആരാണ്? ആധുനിക മോഡേൺ സൈക്കോളജി. മോഡേൺ സൈക്കോളജിയുടെ പിതാവാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. അതുപോലെ സൈക്കോ അനാലിസിസിന്റെ പിതാവ്, ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മാനസിക അപഗ്രഥനത്തിന്റെയും പിതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നിങ്ങൾ എല്ലാരും കേട്ടിട്ടുള്ള പേര് തന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത് മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് അല്ലെങ്കിൽ ഹിമശൈലത്തോട് ഉപമിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, അടുത്ത അബോധ മനസ്സ് എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ചത് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മൈൻഡില് മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചത്, പിന്നെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്, മാനസിക അപഗ്രഥനത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിന്റെ പിതാവ്, അബോധ മനസ്സ് എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ചത് എല്ലാം ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പിന്നെ മനുഷ്യ മനസ്സിനെ മൂന്നായിട്ട് തരംതിരിച്ചതും ആരാണ്? മൂന്ന് മനസ്സായിട്ട് ആരാണ്? മൂന്ന് മനസ്സായിട്ട് തരംതിരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഏതൊക്കെ മനസ്സാണ്? കോൺഷ്യസ് മൈൻഡ്, ഓക്കെ, മൂന്ന് മനസ്സായിട്ട് തരംതിരിച്ചതും ആരാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ മനുഷ്യ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? അബോധ മനസ്സ്. ഓക്കെ, അബോധ മനസ്സാണ് മനുഷ്യ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം. പിന്നെ ഈ കോൺഷ്യസ് മൈൻഡിനും അൺകോൺഷ്യസ് മൈൻഡിനും ഇടയിലുള്ള ഭാഗത്തെയാണ് പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. പിന്നെ ഒരു 1/3 ഭാഗം മാത്രമേ ഉള്ളൂ നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സൈക്കോ അനാലിസിസ് എന്ന തിയറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ മനുഷ്യ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നമ്മളിപ്പോ ഒരു ബീക്കറിൽ മഞ്ഞുമലയോട് ഉപമിച്ചതിന് പറയാൻ കാര്യം, നമ്മളൊരു ബീക്കർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് ആ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ബീക്കറിൽ 1/4 ഭാഗം വെള്ളം ഉണ്ടെന്ന് വെക്കാം. എന്നിട്ട് നിങ്ങൾ ഒരു വലിയ ഐസ് കട്ട ഈ ബീക്കറിൽ ഇട്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഫുള്ള് പൊങ്ങി കിടക്കോ? കുറച്ച് താഴെ കുറച്ച് മുകളിലും. കുറച്ചല്ല, കുറച്ച് ഭാഗം മാത്രം മുകളിൽ, ബാക്കി എല്ലാ ഭാഗവും എവിടെയാണ് കിടക്കുന്നത്? വെള്ളത്തിന് അടിയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണൂ. ബാക്കി അതാണ് പറഞ്ഞ 1/3 എന്താണ്? 1/3 ഭാഗം മാത്രം മുകളിൽ കാണും. ഇതാ ഇവിടെ കണ്ടില്ലേ 1/3, ബാക്കി കംപ്ലീറ്റ് വെള്ളത്തിന് അടിയിൽ ആണ്. ഓക്കെ, അത് എന്നിട്ട് ഈ 3 മനസ്സിനെയും അദ്ദേഹം മഞ്ഞുമലയോട് ഉപമിച്ചു. ഏറ്റവും മുകളിൽ കാണുന്നത് കോൺഷ്യസ് മൈൻഡും, പിന്നെ ഉപരിതലം എന്ന് വെച്ചാൽ വെള്ളവും, തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗത്തെ പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എന്നും, പിന്നെ ബാക്കി കാണുന്ന ഏറ്റവും വലിയ ഭാഗത്തെ അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നമ്മുടെ മനുഷ്യ മനസ്സില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം ഏതെന്നാണ് പറഞ്ഞത് അദ്ദേഹം? ഏതാണ്? അബോധ മനസ്സ്. അബോധ മനസ്സാണ്. അപ്പം ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അബോധ മനസ്സിലായിരുന്നാൽ മാത്രമേ, ഇപ്പൊ എന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ അബോധ മനസ്സിലോട്ട് തള്ളിവിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ പറ്റും. ഇതിനെയാണ് മാനസിക അപഗ്രഥന എന്ന് പറയുന്നത്.
ഓക്കെ, കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ചില മർഡർ കേസുകൾ അല്ലെ, ചില കൊലപാതകങ്ങളൊക്കെ നടത്തിയതിനു ശേഷം എത്ര പോലീസ് ക്വസ്റ്റ്യൻ ചെയ്താലും ഇവരെന്ത് ചെയ്യൂല, സത്യം പറയൂല. പക്ഷെ ഇവരെ എന്ത് ചെയ്യും, അബോധ മനസ്സിലോട്ട് കൊണ്ടുപോകും. ഹിപ്നോട്ടിസോ അല്ലെങ്കിൽ ഷോക്ക് ട്രീറ്റ്മെന്റുകൾ അല്ല ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യും, ഇവരെ അബോധ മനസ്സിൽ കൊണ്ടുപോയിട്ട് ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എല്ലാം ഇവരെന്ത് ചെയ്യും, മണിമണിയായിട്ട് ഇവരെന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് പറയും. അതുകൊണ്ടാണ് പറയുന്നത് അബോധ മനസ്സാണ് മാനസിക യാഥാർത്ഥ്യം എന്നും അബോധ മനസ്സിന്റെ ചോദനകളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും പ്രകാശിതമാകുന്നു എന്നുള്ള വാദമാണ് മാനസിക അപഗ്രഥനം. ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ മാനസിക അപഗ്രഥനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നും മനുഷ്യ മനസ്സിനെ അദ്ദേഹം മഞ്ഞുമലയോട് ഉപമിച്ചു. അബോധ മനസ്സെന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനുഷ്യ മനസ്സിനെ 3ആയിട്ട് വേർതിരിച്ചതും ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, ഇനി ഇത്രയും നിങ്ങൾ ഇതിൽ പഠിച്ചാൽ മതി. ഇനി സൈക്കോ അനാലിസിസ് തിയറി പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അടുത്തിനി മാനവികതാവാദം, ഹ്യൂമാനിസം. നമുക്കറിയാം മാനവികത എന്ന് പറയുമ്പോഴേ മനുഷ്യനെ സംബന്ധിച്ചത് ഹ്യൂമാനിസം. ആധുനികവാദം എന്ന പേരിൽ മാനവികതാവാദത്തെ വിളിക്കുന്നു. ഇതിന്റെ ഉപജ്ഞാതാക്കൾ കോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോ. ഓക്കെ, അബ്രഹാം മാസ്ലോയും കോൾ റോജേഴ്സും ഇവര് രണ്ടുപേരുമാണ് മാനവികതാവാദം, ഹ്യൂമാനിസത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമാനിസത്തിൽ പറയുന്നതെന്ന് വെച്ചാല് മനുഷ്യനാണ് പ്രാധാന്യം. മനുഷ്യന്റെ ഒരു സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ ആത്മബോധം. ഇപ്പൊ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്ക് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും, മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിനാണ് പ്രാധാന്യം നമ്മുടെ കോൾ റോജേഴ്സ് എബ്രഹാം മാസ്ലോയും നൽകിയത്. ഇതിനെയാണ് മാനവികതാവാദം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ആത്മബോധം സെൽഫ് അവയർനെസ് ആണ് അവനെ വ്യവഹാരങ്ങളിൽ നിയന്ത്രിക്കുന്നത് എന്നും ആത്മസാക്ഷാത്കാരം നേടുക എന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നേടുക, ജീവിതത്തിൽ ഇനി ഇപ്പൊ എല്ലാ ആവശ്യങ്ങളും നിറവേറുക. നിങ്ങൾ ആത്മനിർവൃതി അടഞ്ഞു, കേട്ടിട്ടില്ല? ആത്മനിർവൃതി എന്ന് വെച്ചാൽ ഇനി ജീവിതത്തിൽ ഒന്നുമില്ല, അത്ര സംതൃപ്തിയോടുകൂടി മരണമടഞ്ഞു. അതാണ് ആത്മനിർവൃതി. ആത്മനിർവൃതി അടയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഒന്നുമില്ല, ജീവിതത്തിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞു. നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, എന്ന് വെച്ചാൽ നല്ല പോസ്റ്റ് എല്ലാം കിട്ടി. ആത്മനിർവൃതി അടഞ്ഞ ആരെങ്കിലും അറിയാവോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ആത്മനിർവൃതി? അരബിന്ദോ, ടാഗോർ, പിന്നെ നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ശ്രീബുദ്ധൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചല്ലേ. സ്വയം ഇങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ അവരുടെ ജീവിതത്തിൽ എല്ലാം നേടിയതിനു ശേഷം അവരെന്ത് ചെയ്തു, പിന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് തപസ് അനുഷ്ഠിച്ച് അവിടെ ഇരുന്ന് അങ്ങ് എന്ത് ചെയ്യുക, മരണമടയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആത്മസാക്ഷാത്കാരം. ജീവിതത്തിൽ എല്ലാം നേടുക, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക. അതാണ് മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം. ഓക്കെ, ഇപ്പൊ മാനവികതാവാദത്തിന്റെ ഉപജ്ഞാതാക്കൾ കോൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ. ആത്മബോധം നേടുക, പിന്നെ ആത്മസാക്ഷാത്കാരം നേടുക, ഇതൊക്കെയാണ് മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കോൾ റോജേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് സെൽഫ് അവയർനെസ് തിയറി. ഓക്കെ, ആത്മാവബോധ സിദ്ധാന്തം, സെൽഫ് അവയർനെസ് തിയറി നിങ്ങൾക്ക് പഠിക്കണം. അതുപോലെ എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ് തിയറിയും പഠിക്കണം, അല്ലെങ്കിൽ നീഡ് തിയറി അല്ലെങ്കിൽ മോട്ടിവേഷൻ തിയറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. അത് നിങ്ങൾക്ക് പഠിക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മാനവികതാവാദം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, കോൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ. പിന്നെ ഹ്യൂമാനിസം ആണ്. അപ്പം മനുഷ്യനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക, അതാണ് അതിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ. പിന്നെ ലാസ്റ്റ് ആണ് നമ്മുടെ ജ്ഞാനനിർമ്മിതിവാദം. കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നാണ് പറയുന്നത്. ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ പിതാക്കൾ എന്ന് പറയുന്നത് ജീൻ പിയാഷെയും ജെറോം എസ് ബ്രൂണർ.
ജീൻ പിയാഷയെ കുറിച്ച് പഠിച്ചു. ആരാണ് അദ്ദേഹം? ജീൻ പിയാഷെ ശിശുമനഃശാസ്ത്രത്തിന്റെ പിതാവ്. വെരി ഗുഡ്. ചൈൽഡ് സൈക്കോളജിയുടെ പിതാവ് അല്ലെങ്കിൽ ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് നമ്മുടെ ജീൻ പിയാഷെ എന്ന് പറയുന്നത്. അതുപോലെ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാവും ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറും ആണ്. ഈ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? അറിവ് അല്ലെ? നോളജ്. അറിവ് നിർമ്മിക്കുക, അതാണ് ഈ വാദത്തിൽ പറയുന്നത്. കുട്ടി സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയമാണ് ജ്ഞാന നിർമ്മിതിവാദം. എന്താണ്? കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയമാണ് ജ്ഞാന നിർമ്മിതിവാദം. അടുത്ത് ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഒരു പുതിയ രൂപമാണ്. പുതിയ ജ്ഞാന നിർമ്മിതിവാദത്തെ ഇപ്പൊ പറയുന്ന പേരാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ഓക്കെ, ജ്ഞാന നിർമ്മിതിവാദത്തെ ഇപ്പൊ പറയുന്ന പേരാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. അപ്പൊ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് വെച്ചാൽ സമൂഹവുമായി ഇടപഴകുന്നതിലൂടെ കുട്ടി എന്ത് ചെയ്യുക? അറിവ് നിർമ്മിക്കുന്നു. അതാണ് സാമൂഹ്യം കൂടെ എന്ന് വെച്ചാൽ സോഷ്യൽ ഇന്ററാക്ഷൻ വഴി കുട്ടികൾക്ക് അറിവ് നിർമ്മിക്കുന്നു. അതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വൈഗോസ്കി. അപ്പൊ ഇന്ന് ഉപയോഗിക്കുന്ന സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് സാമൂഹ്യ ജ്ഞാന. ഇപ്പൊ നിങ്ങളെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്ന സിലബസ് അല്ലെങ്കിൽ കരിക്കുലം നമ്മുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവും പിന്നെ വിസത്തിൽ ഉൾപ്പെട്ടത് ആണ്. അതാണ് ഇപ്പോഴത്തെ കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ടത് ആണ്. വളരെ പ്രധാനമാണ്. നിങ്ങൾ ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതി ഏത് വാദവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ പഠിച്ച 6 നമ്മൾ പഠിച്ച ലാസ്റ്റിലെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട്. ഈ ജ്ഞാന നിർമ്മിതിവാദത്തെ ഇപ്പൊ പറയുന്ന പേരാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ഇതാണിപ്പോ ഇന്ന് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വാദങ്ങൾ എന്ന് പറയാം, സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രമാണ് പറഞ്ഞത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. അടുത്ത് മനഃശാസ്ത്രം ബോധനത്തിന്റെ ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വില്യം വോണ്ട്. അടുത്ത് ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകൾ? ഡോക്ടർ ഓക്കെ. കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി ഏറ്റവും ഏറെ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഇപ്പൊ പഠിപ്പിച്ചത് ആരാണ്? വൈഗോട്സ്കിയാണ്. അടുത്ത് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പിയാഷെ. വേറൊരാളെ കൂടെ പഠിപ്പിച്ചതല്ല, അടുത്തത് ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പിയാഷെ. 20-ാം നൂറ്റാണ്ടിലെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് പഠനം എന്നത് SR ബന്ധം. SR എന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞു ഏത് ഓർക്കണം? ബിഹേവിയറിസം. നിങ്ങൾ തെറ്റിക്കല്. SR ബന്ധം എന്ന് എവിടെ കണ്ടാലും നിങ്ങൾ ഈ ബിഹേവിയറിസത്തെയാണ് എന്ത് ചെയ്യേണ്ടത്? മനസ്സിൽ ഓർക്കേണ്ടത്. മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? ആത്മസാക്ഷാത്കാരം നേടുക. അടുത്ത അധ്യാപകനാണ് യഥാർത്ഥ ചരിത്ര നിർമ്മിതാവ് എന്ന് പറഞ്ഞത് H.G. വെൽസ്. ആരാണ്? H.G. വെൽസ്. വരൂ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? പ്രോബൽ. ആദ്യമായി നിങ്ങൾ കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ. അല്ലെങ്കിൽ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മൾ ആരാണ്? റൂസോ ആണ് കേട്ടോ. റൂസോ ആണ് കുട്ടികളെ എന്ത് ചെയ്യുക? കുട്ടികൾക്കാണ് പ്രാധാന്യം. അധ്യാപകർക്കല്ല, കുട്ടികൾക്കാണ് ഇമ്പോർട്ടൻസ് നൽകിയത്. അടുത്തത് മനോവികാസത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ജീൻ പിയാഷെ പറഞ്ഞാണ് മനോവികാസത്തിൽ നിന്ന് ആണ് എന്തുണ്ടാകുന്നത്? മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണെന്ന് പറഞ്ഞത് ആരാണ്? ഇതെല്ലാവർക്കും അറിയാം. ആരാണ്? അരിസ്റ്റോട്ടിൽ.
ഓക്കെ, ഇനി നമുക്ക് 3 ടേമുകളാണ് പ്രധാനപ്പെട്ട, 3 അല്ല 4 ടേമുകളാണ് പഠിക്കേണ്ടത്. എപ്പിസ്റ്റമോളജി. എന്താണ് എപ്പിസ്റ്റമോളജി? അറിവിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്? എപ്പിസ്റ്റമോളജി. സ്റ്റഡി ഓഫ് നോളജിനെയാണ് എന്ത് പറയുന്നത്? എപ്പിസ്റ്റമോളജി. ഓക്കെ, തെറ്റിക്കല്ലേ? അറിവിനെ കുറിച്ചുള്ള പഠനം. നിങ്ങൾ ഈ ഇട്ടിട്ട് എന്താണ് കെ നയനാർ ഓർത്താ മതി കേട്ടാ. ഇ കെ ഓർത്തിരിക്കുക. കെ നയനാർ എന്ന് ഓർത്ത്, നമ്മളെ പണ്ടത്തെ മുഖ്യമന്ത്രി ആയിരുന്നത് കെ നയനാർ. അപ്പൊ എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ നോളജിനെ കുറിച്ചുള്ള പഠനം. അടുത്തത് ആക്സിയോളജി. ആക്സിയോളജി എന്ന് വെച്ചാൽ മൂല്യങ്ങളെ കുറിച്ചുള്ള വാല്യൂസ്. അപ്പൊ എന്ന് പറയുന്നത് എന്താണ്? വാല്യൂസ് ആണ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് ഓർത്തിരുന്നാൽ മതി, AV എയ്ഡ്സ് അല്ലേ? ആക്സിയോളജി. ആക്സിയോളജി എന്ന് പറഞ്ഞാൽ വാല്യൂസിനെ കുറിച്ച്, മൂല്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അടുത്തത് മെറ്റാഫിസിക്സ്. മെറ്റാഫിസിക്സ് യാഥാർത്ഥ്യങ്ങളെ. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാലിറ്റി. MR മുണ്ടുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ? MR ധോത്തികളൊക്കെ ഉണ്ട്. അപ്പൊ MR. പിന്നെ മെറ്റാഫിസിക്സ്. ഓക്കെ, അപ്പൊ എപ്പിസ്റ്റമോളജി അറിവ്, ആക്സിയോളജി മൂല്യങ്ങൾ, മെറ്റാഫിസിക്സ് യാഥാർത്ഥ്യങ്ങൾ. അടുത്ത് പഠനവുമായി ബന്ധപ്പെട്ട് ഫിയർ ഓഫ് നോളജ് അല്ലെങ്കിൽ ഫിയർ ഓഫ് ലേണിംഗ്. പഠിക്കാനുള്ള പേടി അല്ലെങ്കിൽ അറിവ് നേടാനുള്ള പേടിയെ പറയുന്നതാണ് സോഫോഫോബിയ. സോഫോഫോബിയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക, വളരെ പ്രധാനമാണ്. സ്റ്റഡി ഓഫ് നോളജ്, എപ്പിസ്റ്റമോളജി, സ്റ്റഡി ഓഫ് വാല്യൂസ്, ആക്സിയോളജി, then സ്റ്റഡി ഓഫ് റിയാലിറ്റി, മെറ്റാഫിസിക്സ്, then ഫിയർ ഓഫ് നോളജ് ഓർ ഫിയർ ഓഫ് ലേണിംഗ് ഈസ് കോൾഡ് സോഫോഫോബിയ. അടുത്തിനി ഒന്നുകൂടെ ഉണ്ട്, കുട്ടികളുടെ പഠന നേട്ടം അളക്കുന്ന ടെസ്റ്റ് അല്ലെങ്കിൽ ശോധകത്തെ എന്താണ് പറയുന്നത്? സിദ്ധിശോധകം അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ്. പഠന നേട്ടം എന്ന് കേട്ടാലേ നിങ്ങൾ പെട്ടെന്ന് മൈൻഡിൽ ഓടി വരിക അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ സിദ്ധി ശോധകം. ഓക്കെ, ഇത്രയാണ്. അപ്പൊ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ആണോ ഈ എപ്പിസ്റ്റമോളജി തൊട്ടാണോ? ഇല്ല, അതിന് മുൻപേ ഉള്ള 1 മുതൽ. ഓക്കെ, പെട്ടെന്ന് ഓട്ടിച്ച് പറഞ്ഞു തരാം. മനഃശാസ്ത്രത്തെ ബോധനത്തിന്റെ ശാസ്ത്രം എന്ന് അല്ലെങ്കിൽ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? വില്യം വൂണ്ട്. ആരാണ്? വില്യം വൂണ്ട്. അടുത്ത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണെന്ന് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ DS കോത്താരി. കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി, ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. ഏറ്റവും ഏറെ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? വൈഗോസ്കി. അദ്ദേഹത്തിന്റെ പിന്നെ വാദത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. തെറ്റിക്കല്ലേ? സാമൂഹിക നിർമ്മിതിവാദം. അടുത്ത് ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ വില്യം ബെന്റിക്. ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണർ. ജീൻ പിയാഷെ. ഓക്കെ, ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് ജീൻ പിയാഷെ. 20ാം നൂറ്റാണ്ടിലെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. ബന്ധം പഠനം എന്നത് SR ബന്ധമാണെന്ന് വാദിക്കുന്ന വാദം. നിങ്ങൾ SR ബന്ധം എന്ന് കേട്ടാലേ ബിഹേവിയറിസ്റ്റ് അല്ലെങ്കിൽ വ്യവഹാരവാദത്തെ ഓർത്തിരിക്കുക. ഓക്കെ, മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? സാക്ഷാത്കാരം നേടുക. ഓക്കെ, അധ്യാപകനാണ് യഥാർത്ഥ ചരിത്ര നിർമ്മിതാവ് HG വെൽസ്. വരൂ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാം, ഫ്രോബലാണ് പറഞ്ഞത്. ആദ്യമായി നിങ്ങൾ കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിയത് റൂസോ. മനോവികാസത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത് ജീൻ പിയാഷെ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. എപ്പിസ്റ്റമോളജി, അറിവിനെ കുറിച്ചുള്ള പഠനത്തെ എപ്പിസ്റ്റമോളജി എന്നും മൂല്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ ആക്സിയോളജി അല്ലെങ്കിൽ വാല്യൂസ്,
ദെൻ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ മെറ്റാഫിസിക്സ്. അടുത്ത പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയത്തെ സോഫോഫോബിയ അല്ലെങ്കിൽ ഫിയർ ഓഫ് നോളജ് ഓർ ലേണിംഗ് എന്ന് വെച്ചാൽ പഠിക്കുന്നതിന് പേടി അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകുന്ന പേടിയെ പറയുന്നതാണ് സോഫോഫോബിയ എന്ന് പറയുന്നത്. അടുത്ത ഇനി പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം ഏതാണ്? സിദ്ധിശോധകം. അതെ, അച്ചീവ്മെന്റ് ടെസ്റ്റ്. വെരി ഗുഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ ഇന്ന് പഠിപ്പിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുവിധം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾ തിയറി പഠിക്കുമ്പം ഇത്രയും പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് തിയറി വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ മനഃശാസ്ത്ര സമീപനങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് തന്നെ ആണ്. ഓക്കെ, ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യനെ കൂടെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് തരുമോ? ലാസ്റ്റത്തെ 18 ക്വസ്റ്റ്യൻ. അതെ അതെ. താങ്ക് യു ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, മാഡം നല്ല ക്ലാസ് ആയിരുന്നു, സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.